ലാസ്റ്റ് മൊമെന്റിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഈ രണ്ടെണ്ണം ഫോക്കസ് ചെയ്ത് തന്നെ പാസ്സാക്കാൻ പറ്റും. പിന്നെ കൊറിയാൻ 3 ഡിസ്ട്രിബ്യൂഷനും തിയറീസ് പഠിക്കുക. പിന്നെ ഇതിൽ LPPയുടെ പ്രോബ്ലം, ദെൻ ലാസ്റ്റ് മൊമെന്റിൽ പഠിക്കുന്ന കുട്ടികൾ ജസ്റ്റ് ഒന്ന് പാസ്സായാൽ മതി എന്ന് വിചാരിക്കുന്ന ആൾക്കാർ എന്ത് ചെയ്യുക? വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു KC's ക്ലാസ്സസ്. KC's ക്ലാസ്സസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BCom BBA 4 സെമസ്റ്റർ എക്സാംസ് ജൂൺ 10 സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. സോ നമ്മൾ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ സീരീസ് ഇന്ന് മുതൽ ആരംഭിക്കുകയാണ്. സോ അതിൽ ആദ്യത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലം പേപ്പറാണ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ്. ഈ ഒരു സബ്ജക്റ്റിന്റെ എൻറ്റയർ ഡീറ്റെയിൽസിലോട്ടാണ് നമ്മൾ ഇന്ന് പോകുന്നത്. ഏതൊക്കെയാണ് SI ചാപ്റ്റേഴ്സ്, എങ്ങനെ പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കണം, ലാസ്റ്റ് മൊമെന്റിൽ പഠിക്കുന്ന കുട്ടികൾ മിനിമം ഫോക്കസ് ചെയ്യേണ്ട ഏരിയാസ് ഏതൊക്കെയാണ്, ദെൻ ഹൈ സ്കോറിലോട്ട് പോകാൻ വേണ്ടിയിട്ട് നിങ്ങൾ അപ്രൂവ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഫോളോ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെ നമുക്ക് 1 by 1 ആയിട്ട് കാണാം. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BCom അതുപോലെ തന്നെ BBA എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലൈവ് ക്ലാസ് ഗൂഗിൾ മീറ്റിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നു. വീഡിയോ ക്ലാസ്സിന്റെ റെക്കോർഡും ആക്സസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കാനുള്ള അവസരം ഉണ്ടെന്നുള്ളതാണ്. BCom 4 സെമസ്റ്ററിലെ അതുപോലെ തന്നെ BBA 4 സെമസ്റ്ററിലെ 2 പ്രോബ്ലം പേപ്പേഴ്സ് ആയിട്ടുള്ള QT പേപ്പർ അതുപോലെ തന്നെ കോസ്റ്റ് അക്കൗണ്ടിങ്ങിന്റെ പേപ്പർ, ഈ 2 സബ്ജക്ട്സിന്റെയും ക്ലാസ്സസ് അവൈലബിൾ ആണ്. നമ്മുടെ പ്രത്യേകത എന്ന് പറയുന്നത് കുറച്ച് സമയം കൊണ്ട് തന്നെ എൻറ്റയർ സബ്ജക്ട് നല്ല രീതിയിൽ പഠിപ്പിച്ച് അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുവരെയായിട്ട് ബുക്ക് തൊടാത്ത കുട്ടികളെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഒരു 10 സെഷൻ കൊണ്ടൊക്കെ ഈ ഒരു സബ്ജക്റ്റ് മുഴുവനായിട്ട് ഫിനിഷ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ഫോർ ബിസിനസ്, ഈ ഒരു സബ്ജക്റ്റിൻ്റെ ഡീറ്റെയിൽസിലോട്ട് പോകുമ്പോൾ ആദ്യം പറയാനുള്ള ഒരു കാര്യം, ഇപ്പോൾ ആ ബുക്ക് പബ്ലിഷ് ചെയ്യുന്നില്ല. ഇതിൽ ഏറ്റവും ബെസ്റ്റ് ടെക്സ്റ്റ് ബുക്ക് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ LR പോറ്റിയുടെ ടെക്സ്റ്റ് ബുക്കാണ് ഏറ്റവും ബെസ്റ്റ് ടെക്സ്റ്റ് ബുക്ക് QT പേപ്പറിന്. അതിലുള്ള പല പ്രോബ്ലംസും അതുപോലെ നമുക്ക് എക്സാമിന് വരാറുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ പോറ്റിയുടെ ടെക്സ്റ്റ് ബുക്ക് ആണെങ്കിൽ അത് തന്നെ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. അതിപ്പോൾ പബ്ലിക്കേഷൻ നിർത്തി എന്നൊക്കെയാണ് പറഞ്ഞു കേൾക്കുന്നത്. അത് കിട്ടുകയാണെങ്കിൽ അത് യൂസ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അത് ആദ്യം തന്നെ എടുത്തു പറയുന്നു, കാരണം സെയിം ക്വസ്റ്റ്യൻസ് ആണ് വരാറ്. അപ്പോൾ നമുക്ക് QT പേപ്പറിൻ്റെ ഡീറ്റെയിൽസിലോട്ട് പോകുമ്പോൾ കുട്ടികൾക്ക് എന്തുകൊണ്ട് ഇത് ബുദ്ധിമുട്ടായിട്ട് വരണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ മാത്സ് പ്ലസ് ടുവിൽ അല്ലെങ്കിൽ +1 +2 പഠിച്ചിട്ടുള്ള കുട്ടികൾക്ക് അതിൽ പ്രോബിലിറ്റിയും കാര്യങ്ങളൊക്കെ ടച്ച് ഉണ്ടായിരിക്കും. അതല്ലാണ്ട് ഇവിടേക്ക് വന്നിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഇതിലുള്ള പല കാര്യങ്ങളും കുറച്ച് ബുദ്ധിമുട്ടാണ് മാത്സ് പഠിക്കാത്തവർക്ക്. ഇപ്പോൾ 3rd സെമസ്റ്ററിലെ ന്യൂമറിക്കൽസിനേക്കാളും കുറച്ചും കൂടിയും ഡിഫിക്കൽട്ടാണ് ഈ ഒരു സബ്ജക്റ്റ്. അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് സപ്ലി കിട്ടുന്ന ഒരു പേപ്പറായിട്ട് ഇത് മാറുന്നത്. അപ്പോൾ ഇതിൽ 5 മൊഡ്യൂളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിലാദ്യം QTയുടെ ബേസിക്സ് ആണ്, തിയറി. അതിനുശേഷം നമ്മുടെ പിടിവള്ളി എന്ന് പറയുന്നത് സെക്കൻഡ് മൊഡ്യൂളാണ്, കോറിലേഷൻ ആൻഡ് റിഗ്രഷൻ. ശരിക്കും പറഞ്ഞാൽ ഈ 2 ടോപ്പിക്സ് നിങ്ങൾ നല്ല രീതിയിൽ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു 60%-നേക്കാൾ കൂടുതൽ മാർക്സ് സിമ്പിളായിട്ട് സ്കോർ ചെയ്യാൻ സാധിക്കും. അതെങ്ങനെയാണെന്നുള്ളത് പറഞ്ഞുതരാം. അതിനുശേഷം നെക്സ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഇൻട്രൊഡക്ഷൻ ആണ്. സെറ്റ് തിയറി എന്ന് പറഞ്ഞാലും ഇത് പ്രോബബിലിറ്റിയുടെ ഇൻട്രൊഡക്ഷൻ ആണ് ഇതിൽ നമുക്ക് നോക്കാനുള്ള. ദെൻ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആണ് അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് നെക്സ്റ്റ് വരുന്നത്. ആൻഡ് ഫൈനലി ക്വാണ്ടിറ്റേറ്റീവ് അപ്രോച്ചസ് ടു ഡിസിഷൻ മേക്കിംഗ് ആണ് മെയിനായിട്ട്. LPP ലീനിയർ പ്രോഗ്രാമിംഗ് ആണ് ഇതിൽ നമുക്ക് ഫോക്കസ് ചെയ്യാനുള്ള. അപ്പോൾ ഇങ്ങനെ 5 മൊഡ്യൂൾസ് ഉണ്ട്. അപ്പോൾ ഇതിൽ ലാസ്റ്റ് മൊമെന്റിൽ പഠിക്കുന്ന കുട്ടികൾ, അതുപോലെ തന്നെ ഈ ഒരു സബ്ജക്റ്റ് വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്ന കുട്ടികൾ, നിങ്ങൾ മിനിമം ആദ്യത്തെ ഈ 2 മൊഡ്യൂൾസ് ഫോക്കസ് ചെയ്താൽ തന്നെ പാസ്സായിരിക്കും. കാരണം നമുക്ക് ഈ 2 ടോപ്പിക്സിൽ നിന്ന് തന്നെ 2 SI ചോദ്യങ്ങൾ ലഭിക്കും. നമുക്ക് 4 SI ആണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും. അതിൽ SIയുടെ ഡീറ്റെയിൽസിലോട്ട് പോകുമ്പോൾ 3 പ്രോബ്ലംസും ഒരു തിയറിയാണ് വരാം. അതിൽ മിക്ക പേപ്പറിലും ഒരു തിയറി എന്ന് പറയുന്നത് ചിലപ്പോൾ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് വരാറുണ്ട്. അപ്പോൾ ബാക്കി 3 പ്രോബ്ലം എന്ന് പറയുമ്പോൾ കോറിലേഷൻ റിഗ്രഷനിൽ നിന്ന് ഏതെങ്കിലും ഒരെണ്ണം, അപ്പോൾ ഒരു പ്രോബ്ലം എന്തായാലും കിട്ടി. പിന്നെ ഈ താഴത്തെ LPPയിൽ നിന്നൊരു പ്രോബ്ലം നമ്മൾ പ്രതീക്ഷിക്കുന്നതാണ്. പിന്നെ തിയറി ഡിസ്ട്രിബ്യൂഷനിലത്തെ ഏതെങ്കിലും വരാറുണ്ട്. അപ്പോൾ ഇങ്ങനെ 2 SI ലാസ്റ്റ് മൊമെന്റിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ആദ്യത്തെ 2 മൊഡ്യൂൾ തന്നെ പഠിച്ചാൽ ലഭിക്കും.
അതുപോലെ തന്നെ 2 മാർക്സ് ചോദ്യങ്ങൾ 5 മാർക്സ് ചോദ്യങ്ങൾ ഏറ്റവും കൂടുതൽ വരുന്നത് ഈ 2 ഏരിയാസിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് പുഷ്പം പോലെ പാസ്സാകാൻ സാധിക്കുന്നതാണ് ഈ ഒരു 2 മൊഡ്യൂൾ പഠിച്ചാൽ തന്നെ. ഓക്കെ, ഇനി നമുക്ക് സബ്ജക്റ്റ് വൈസ് ഡീറ്റെയിൽസിലോട്ട് പോകാം. അപ്പോൾ ഈ 2 മൊഡ്യൂളാണ് നമ്മുടെ പിടിവള്ളി. ഓക്കെ, എന്തുകൊണ്ടെന്നുള്ളത് ഇനി 1 by 1 ആയിട്ട് പറഞ്ഞുതരാം. അതിൽ ആദ്യത്തെയാണ് ബേസിക്സ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ 2 മാർക്കിൻ്റെ തിയറി ഉണ്ടാവും, 5 മാർക്കിൻ്റെ 2 തിയറി ചോദ്യങ്ങൾ ഉണ്ടാവും. അതല്ലെങ്കിൽ ചിലപ്പോൾ അത് എസ് ആയിട്ടായിരിക്കും വരാം. അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ പറയുന്ന ചോദ്യങ്ങൾ മുഴുവൻ എക്സാമിന് മാറി മാറി വരാറുള്ളതാണ്. അതുകൊണ്ട് സ്കിപ്പ് ചെയ്യരുത്. അപ്പോൾ ആദ്യം QT എന്താണെന്നുള്ളത് 2 മാർക്കിൻ്റെ തിയറി വരാറുണ്ട്. ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് എന്താണ് നിർബന്ധമായും പഠിച്ചിരിക്കണം. ഓക്കെ, ദെൻ നെക്സ്റ്റ് സെറ്റ് തിയറി എന്താണ് 2 മാർക്കിൻ്റെ ചോദ്യത്തിൽ വരാറുള്ളതാണ്, അതൊന്ന് നോക്കി വയ്ക്കുക. ദെൻ അതിന് ശേഷം നമ്മൾ ഇതിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന മെയിൻ ചോദ്യം എന്ന് പറയുന്നത് താഴെയുള്ളതാണ്. ഇത് ഞാൻ ഇതിലത്തെ ടോപ്പിക്കുകൾ പറയുകയാണെങ്കിൽ ഞാൻ പറയുന്നു എല്ലാ റിപ്പോർട്ടിൻ്റെ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടെങ്കിൽ അത് നോക്കി പഠിക്കുക. നല്ല എക്സ്പ്ലനേഷൻസും കാര്യങ്ങളൊക്കെ അതിലാണ്. ഫങ്ഷൻസ് ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് പലപ്പോഴും സ്റ്റഡി മെറ്റീരിയലിലെ എക്സ്പ്ലനേഷൻസ് കുറവാണ്. അപ്പോൾ ഇത് 5 മാർക്കിൻ്റെ ചോദ്യത്തിൽ വരാറുണ്ട്, നിർബന്ധമായും പഠിക്കണം ഫങ്ഷൻസ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് യൂസസ് ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ്, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. SAക്കോ അതുപോലെ തന്നെ 5 മാർക്കിനൊക്കെ വരാം. ബിസിനസ് ആൻഡ് ഇൻഡസ്ട്രിയിൽ ഇതിൽ പക്ഷേ ഇതിൻ്റെ എക്സ്പ്ലനേഷൻ വളരെ കുറവാണ്, ഞാൻ പറഞ്ഞു. SAക്കും വരാറുള്ളതാണ്. അതുപോലെ തന്നെ ലിമിറ്റേഷൻസും 5 മാർക്കിന് വരാറുള്ളതാണ്. അപ്പോൾ ഈ ടോപ്പിക്സ് ആപ്ലിക്കേഷൻ ഓഫ് QT, അതുപോലെ തന്നെ ഞാനിപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്, യൂസസ് ആൻഡ് ഫങ്ഷൻസ്, അതിൻ്റെ ആപ്ലിക്കേഷൻ യൂസസ്, അതുപോലെ തന്നെ ലിമിറ്റേഷൻസ്, ഈ 3 ടോപ്പിക്സ് നിർബന്ധമായും പഠിച്ചിരിക്കണം. ഇത് എല്ലാതും എക്സാമിന് വരാറുണ്ട്. ഈ പറഞ്ഞ ടോപ്പിക്സ് ഒക്കെ വരാറുള്ളതാണ്, ഒന്നും സ്കിപ്പ് ചെയ്യാനില്ല. ദെൻ ഇതിൻ്റെ പ്രോഗ്രാമിംഗ് ടെക്നിക്സ് ഒരൊറ്റ ക്വസ്റ്റ്യൻ പേപ്പറിൽ മാത്രം വന്നിട്ടുണ്ട്, അത് നോക്കി വെച്ചോളൂ കേട്ടോ. ഡിസിഷൻ പ്രോഗ്രാമിംഗ് ടെക്നിക്സ് ഒറ്റ ക്വസ്റ്റ്യൻ പേപ്പറിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ തിയറി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണിത്. ഓക്കെ, ഏകദേശം ഒരു 10-12 മാർക്ക് ഇതിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. നെക്സ്റ്റ് നമ്മുടെ ക്രൂഷ്യൽ ഏരിയ കോറിലേഷനാണ്, അതുപോലെ തന്നെ റിഗ്രഷൻ. കോറിലേഷനൊന്നോ റിഗ്രഷനോ ഇതിലേതെങ്കിലും ഒരു ടോപ്പിക്കിൽ നിന്നാണ് SA മാറി മാറി വരാം. ഒരു പ്രാവശ്യം ചിലപ്പോൾ കോറിലേഷൻ ചോദിച്ചാൽ നെക്സ്റ്റ് റിഗ്രഷൻ, അങ്ങനെ വരാറുണ്ട്. അതുപോലെ തന്നെ തിയറി 2 മാർക്സ്, അങ്ങനെ 3 പാർട്ടിലും ഒരുപാട് ചോദ്യങ്ങൾ വരുന്നതാണ്. എന്ന് പറഞ്ഞാൽ 10 മാർക്കിൻ്റെ SA കോറിലേഷൻ, ദെൻ 2 മാർക്കിൻ്റെ തിയറി കോറിലേഷൻ നിന്ന് 2 or 3 വരും, തന്നെ 10-16 മാർക്കായി. 5 മാർക്കിൻ്റെ ഒരു പ്രോബ്ലം ഷുവർ എന്ന് പറഞ്ഞാൽ കോറിലേഷൻ നിന്ന് മാത്രം ഒരു 20 മാർക്ക് മുതൽ 24 മാർക്ക് വരെ വരാറുണ്ട്. റിഗ്രഷൻ ഇതുപോലെ തന്നെ SA ചോദിച്ചില്ലെങ്കിൽ 5 മാർക്കിൻ്റെ റിഗ്രഷൻ വരും, തിയറിയും വരും. എന്ന് പറഞ്ഞാൽ ഈ ഒരു മൊഡ്യൂള് കോറിലേഷനും റിഗ്രഷനും കൂടിയിട്ട് തന്നെ ഏകദേശം ഒരു 35 മുതൽ 40 മാർക്ക് വരും. അല്ലെങ്കിൽ 30 മുതൽ 35 മാർക്ക് വരെ മിനിമം നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്ന ഒരു മൊഡ്യൂളാണത്, കോറിലേഷൻ ആൻഡ് റിഗ്രഷൻ. ദെൻ ഫസ്റ്റ് ചാപ്റ്ററും കൂടി ആയി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര മാർക്കായില്ലേ. നമുക്ക് ആ കൂടിയിട്ട് ഔട്ട് ഓഫ് 100 35 മതി, ഇന്റേണലും എക്സ്റ്റേണലും കൂടിയിട്ട്. നമുക്ക് 80-ൽ 16 മാർക്കാണ് മിനിമം സ്കോർ ചെയ്യേണ്ടത്. ഇന്റേണലിൽ ബാലൻസും കൂടി മാർക്ക് നമുക്ക് കിട്ടുകയാണെങ്കിൽ നമുക്ക് 35 എന്ന് പറയണത് വലിയൊരു പാടല്ല. മിനിമം 16 വേണ്ടേ. ബട്ട് അങ്ങനെയല്ല, നമുക്ക് ടോട്ടൽ ഞാൻ എപ്പോഴും പറയാറുണ്ട് 20-ൽ ഒരു 10 മാർക്ക് ഇന്റേണലും ബാക്കി 25 മാർക്ക് 80-ൽ മേടിക്കാൻ ഒരു പാടുമില്ല, ഞാൻ ഈ പറഞ്ഞ സ്ട്രാറ്റജി ഫോളോ ചെയ്യുമ്പോൾ. അപ്പോൾ കോറിലേഷനിൽ നിന്ന് ആദ്യം തന്നെ കോറിലേഷൻ അനാലിസിസ് എന്താണ് നിർബന്ധമായും പഠിച്ചു വയ്ക്കുക. കോറിലേഷൻ എന്താണ് എന്നുള്ള ചോദ്യം, കാൾ പിയേഴ്സൺ കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ എന്താണെന്നുള്ള 2 മാർക്ക് തിയറി വരാറുണ്ട്. അതിൻ്റെ സിഗ്നിഫിക്കൻസ് തിയറിയും നോക്കി വയ്ക്കണം, 5 മാർക്കിനിൽ വരാറുള്ളതാണ് കേട്ടോ. ഇനി ക്ലാസിഫിക്കേഷൻ ഓഫ് കോറിലേഷനിലെ ഏതെങ്കിലും ഒരു ചോദ്യം 2 മാർക്കിൻ്റെ തിയറി ആയിട്ട് വരാറുണ്ട്. ഇപ്പോൾ പോസിറ്റീവ്, നെഗറ്റീവ്, സിമ്പിൾ പാർഷ്യൽ, ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം. ലീനിയറാണ് ഏറ്റവും കൂടുതൽ വരാറ്. ലീനിയർ കോറിലേഷൻ എന്താണ്, അങ്ങനെ ഈ ക്ലാസിഫിക്കേഷനിൽ ഏതെങ്കിലും ഒരെണ്ണം 2 മാർക്കിന് റിപ്പീറ്റ് ആയിട്ട് വരാറുള്ളതാണ്. ഓക്കെ, നിർബന്ധമായും പഠിച്ചു വയ്ക്കുക. ഇനി നെക്സ്റ്റ് വരുന്നത് ഇതിൻ്റെ പ്രോബ്ലമാണ്. ഞാൻ പറഞ്ഞു ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. ദെൻ അതുപോലെ തന്നെ മറ്റൊരു ചോദ്യമാണ് സ്കാറ്റർ ഡയഗ്രാം എന്താണ്, അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് 5 മാർക്കിൻ്റെ തിയറിയോ അല്ലെങ്കിൽ 2 മാർക്കിൻ്റെ തിയറിയോ ആയിട്ട് വരാറുണ്ട്.
ഓക്കെ, അപ്പോൾ സ്കാറ്റർ ഡയഗ്രാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. സ്കാറ്റർ ഡയഗ്രാംസിൻ്റെ മെറിറ്റ്സ് നോക്കിയിരിക്കണം, ഡിമെറിറ്റ്സും നോക്കിയിരിക്കണം, വരാറുള്ളതാണ്. പിന്നെ നമ്മുടെ മെയിൻ ടോപ്പിക് എന്ന് പറയുന്നത് കാൾ പിയേഴ്സൺ കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ ആണ്. എസ് എ ചോദ്യം, അതുപോലെ തന്നെ 5 മാർക്സ് ചോദ്യം, ഇത് രണ്ടും വരും ചിലപ്പോൾ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 15 മാർക്ക് ഒരു എസ് എ, 10 മാർക്ക്, ഒരു 5 മാർക്ക് പ്രോബ്ലം, 15 മാർക്ക്. അതുപോലെ തന്നെ ചിലപ്പോൾ തിയറിയും വരും, അതും കൂടി ഒരു ചോദ്യം വരാണെങ്കിൽ അവിടെ 20 മാർക്ക് വരും. പിന്നെ 2 മാർക്കിൻ്റെ ഞാൻ പറഞ്ഞു ഒരു 2 ചോദ്യങ്ങൾ മിനിമം വരും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ 24 മാർക്കായി. അപ്പോൾ ഈ പ്രോബ്ലം നിർബന്ധമായും പഠിച്ചു വയ്ക്കുക. പിന്നെ കോഷ്യന്റ് ഓഫ് കോറിലേഷൻ്റെ പ്രോപ്പർട്ടീസ് ഉണ്ട്, നോക്കണം കേട്ടോ. 2 മാർക്കിന് വരാറുള്ളതാണ് തിയറിക്ക്. പ്രോബ്ലം നമുക്ക് പല മെത്തേഡ്സ് ഉണ്ട്, അതിൽ ഡീവിയേഷൻ മെത്തേഡാണ് ഏറ്റവും നല്ല മെത്തേഡ് എന്ന് പറയുന്നത്. നിങ്ങളുടെ അടുത്ത് ഇന്ന മെത്തേഡ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറയില്ല, ഏത് മെത്തേഡ് അപ്ലൈ ചെയ്താലും നമ്മുടെ ആൻസർ കറക്റ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ കാൾ പിയേഴ്സൺ കോഷ്യന്റ് ഓഫ് കോറിലേഷൻ അതാണ് ആദ്യം. പിന്നെ 5 മാർക്കിൻ്റെ വരണ സമയത്ത് ചില സമയത്ത് ഈ dx dy ഡീറ്റെയിൽസ് ഒക്കെ തന്നിട്ട് നമ്മുടെ അടുത്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയും. അപ്പോൾ ഇതാണ് ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള മെത്തേഡ്. ഞാൻ വീണ്ടും പറയുന്നു, പോറ്റിയുടെ ബുക്കിലത്തെ പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യുക. ചില സമയത്ത് ഈ n × സിഗ്മ dx dy ഇതൊക്കെ തരും, സിഗ്മ dx dy ഇതൊക്കെ തന്നിട്ട് എന്ത് ചെയ്യുന്നു, അതിൻ്റെയൊക്കെ ആൻസർ തരും, എന്നിട്ട് അത് അപ്ലൈ ചെയ്യാൻ പറയാം 5 മാർക്കിൻ്റെ. ഒന്നും പറഞ്ഞില്ലെങ്കിൽ സിമ്പിളായിട്ട് ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്താൽ ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും കേട്ടോ. അപ്പോൾ ഇതാണ് കാൾ പിയേഴ്സൻ്റെ കോഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ. ദെൻ പ്രോബോളർ എന്താണ്, 2 മാർക്കിൻ്റെ തിയറിക്ക് വരും. യൂസസ് ഓഫ് പി, മറ്റൊരു ക്വസ്റ്റ്യൻ. ഇനി 2 മാർക്സിൻ്റെ തിയറി റിപ്പീറ്റ് ക്വസ്റ്റ്യൻ. കോഫിഷ്യന്റ് ഓഫ് ഡിറ്റർമിനേഷൻ എന്താണ്, നിർബന്ധമായും പഠിച്ചിരിക്കണം. റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ കോഫിഷ്യന്റ് ഓഫ് ഡിറ്റർമിനേഷൻ. ദെൻ കോറിലേഷൻ്റെ മെറിറ്റ്സ് ഉണ്ട്, തിയറിക്ക് ചോദിക്കാം. അപ്പോൾ നോക്കി വയ്ക്കുക. പിന്നെ നെക്സ്റ്റ് റാങ്ക് കോറിലേഷൻ ആണ്. 5 മാർക്കിൻ്റെയിലും 2 മാർക്കിൻ്റെ സ്പിയർമാൻ റാങ്ക് കോറിലേഷനെ പറ്റി എഴുതാൻ വേണ്ടിയിട്ടുള്ള തിയറിയും ചോദിക്കാറുണ്ട്. ഇതൊന്നും സ്കിപ്പ് ചെയ്യാനില്ല, ഞാൻ പറഞ്ഞു നിങ്ങളുടെ പിടിവള്ളിയ എന്നുള്ളത്. അപ്പോൾ റാങ്ക് കോറിലേഷനിൽ നമുക്ക് 5 മാർക്കിൻ്റെ പ്രോബ്ലം വരാറുണ്ട്. റിപ്പീറ്റഡ് റാങ്കും അതിൽ നോക്കി വയ്ക്കുക കേട്ടോ. സോ ഇതാണ് മറ്റൊരു കാര്യം. കൺകറന്റ് ഡീവിയേഷൻ മെത്തേഡ് ഉണ്ട്, വളരെ ഈസി ആയിട്ടുള്ളതാണ്. അതിങ്ങനെ എന്താണ് കണ്ടു വന്നിട്ടില്ല, ഒറ്റ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലാണ്, അതൊരു 3 വർഷം മുമ്പുള്ള ക്വസ്റ്റ്യൻ പേപ്പറിലാണ് വന്നിട്ടുള്ളത് കേട്ടോ. സോ ദാറ്റ്സ് അബൌട്ട് നമ്മുടെ കോറിലേഷൻ ഡീറ്റെയിൽസ്. ഇനി നെക്സ്റ്റ് റിഗ്രഷൻ ആണ്. ഞാൻ പറഞ്ഞു കോറിലേഷൻ എസ് എ വന്നില്ലെങ്കിൽ റിഗ്രഷൻ, ഇതിൽ ഏതെങ്കിലും ഒരെണ്ണമാണ് വരാം. അപ്പോൾ രണ്ടിനും ഈക്വൽ ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കണം. അപ്പോൾ ഇതിലും റിഗ്രഷൻ എന്താണ്, 2 മാർക്കിൻ്റെ ചോദ്യം പഠിക്കുക. റിഗ്രഷൻ്റെ എന്താണ് തിയറി ചോദിക്കും. പിന്നെ ഡിപ്പെൻഡൻറ്റ് വാരിയബിൾ എന്താണ്, ഇൻഡിപെൻഡൻറ്റ് വാരിയബിൾ എന്താണ്, നിർബന്ധമായും പഠിക്കണം. എന്താണ് ഇൻഡിപെൻഡൻറ്റ് വാരിയബിൾ, എന്താണ് ഡിപ്പെൻഡൻറ്റ് വാരിയബിൾ, 2 മാർക്കിൻ്റെ തിയറി. ദെൻ നെക്സ്റ്റ് ലൈൻ ഓഫ് ബെസ്റ്റ് ഫിറ്റ് എന്താണ്, മെത്തഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയർ. ലൈൻ ഓഫ് ബെസ്റ്റ് ഫിറ്റ് എന്താണ്, 2 മാർക്കിൻ്റെ വരാറുള്ളതാണ്. ഓക്കെ, പിന്നെ റിഗ്രഷൻ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രോബ്ലം, എക്സ് ഓൺ വൈയും വൈ ഓൺ എക്സും കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രോബ്ലം നിർബന്ധമായും പഠിക്കണം. ഓക്കെ, അത് ഒന്നുകിൽ ഈ രീതിയിലായിരിക്കും വരാം, അല്ലെങ്കിൽ കോറിലേഷനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും തന്നിട്ടുള്ള മറ്റൊരു ടൈപ്പ് ഉണ്ട്, അതിലേതെങ്കിലും ഒരു രീതിയായിരിക്കും വരാം. ഓക്കെ, ഇതാണ് മറ്റൊരു ടൈപ്പ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷനും അതുപോലെ തന്നെ കോറിലേഷനും ഡീറ്റെയിൽസ് ഒക്കെ തന്നിട്ടുള്ള വേറൊരു രീതി. അപ്പോൾ ഇതിലേതെങ്കിലും ഒരു മെത്തേഡ് റിഗ്രഷൻ ഇക്വേഷൻ വൈ ഓൺ എക്സോ എക്സ് ഓൺ വൈയോ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് വരും. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യാതിരിക്കുക കേട്ടോ. ഇനി തിയറി ചോദിക്കാറുള്ളത് കോറിലേഷനും റിഗ്രഷനും തമ്മിലുള്ള ഡിഫറൻസ്. 5 മാർക്കിൻ്റെ തിയറി റിപ്പീറ്റാണ്, പല പേപ്പറിലും റിപ്പീറ്റായിട്ട് കാണാറുള്ളതാണ്, പഠിക്കുക കേട്ടോ. 5 മാർക്സിൻ്റെ ഉള്ളൊരു ചോദ്യമാണ്. സോ ദാറ്റ്സ് അബൌട്ട് നമ്മുടെ ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള ഏരിയ. അപ്പോൾ നിങ്ങൾ ആദ്യത്തെ 2 മൊഡ്യൂൾ പഠിച്ചാൽ തന്നെ ഞാൻ പറഞ്ഞു നിങ്ങളുടെ മാർക്ക് എത്രയാണ്, ഏകദേശം ഒരു 60%, ഇല്ലെങ്കിൽ 80 മാർക്കിൻ്റെ എക്സാമിൽ 40 എബോവ് ഈസി ആയിട്ട് അതിൽ നിന്ന് തന്നെ കിട്ടും. ഓക്കെ, 2 എസ് എ, അതുപോലെ 2 മാർക്സിൻ്റെ ഉള്ള ഒരു ശരിക്കും പറഞ്ഞാൽ മിനിമം ഒരു 5 or 6 കിട്ടും. 10 മാർക്ക് 5 മാർക്കിന് ഒരു 3 മിനിമം കിട്ടും, 15 മാർക്ക്. അപ്പോൾ 20, ദെൻ എന്താണ് മിനിമം ഞാൻ പറഞ്ഞു ഒരു 6 മാർക്ക് അവിടെ നിന്ന് കിട്ടുന്നുള്ളത്. അപ്പോൾ 35, 41 മാർക്ക് ഏറ്റവും കുറവാണ്, 40 മുതൽ 45 മാർക്ക് വരെ അവിടെ ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ഇതിനൊക്കെ കൂടാനേ സാധ്യതയുള്ളൂ ഇതിനേക്കാളും. ഇനി നെക്സ്റ്റ് നമുക്ക് പ്രോബിലിറ്റി ആണ് വരുന്നത്.
പ്രോബിലിറ്റിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരുപാട് പഠിക്കാണ്ട് കുറച്ച് വരും, അതാണ്. അതുകൊണ്ട് പ്രോബിലിറ്റിയുടെ ബേസിക്സും കാര്യങ്ങളൊക്കെ ലാസ്റ്റ് പഠിച്ചാൽ മതി. ഇതിൽ തിയറി ആയിട്ട് ബേസിക്സ് ഉണ്ട് പ്രോബിലിറ്റിയുടെ ടേമുകൾ, അതിലേതെങ്കിലും 2 വരും. പിന്നെ 5 മാർക്കിൻ്റെ ഒരു പ്രോബിലിറ്റിയുടെ പ്രോബ്ലം വന്നാലായി, അല്ലെങ്കിൽ തിയറി ആയിരിക്കും വരാം, തിയറി വരാറുണ്ട്. അപ്പോൾ തിയറി ഓഫ് പ്രോബിലിറ്റി അതല്ലാണ്ട് ഇതിൻ്റെ പ്രോബ്ലംസിന് കുറേ സമയം സ്പെൻഡ് ചെയ്ത് സമയം കളയരുത്, കാരണം കുറേ പഠിച്ചിട്ട് കുറച്ചാണ് വരാം. ഓക്കെ, അപ്പോൾ തിയറി ഓഫ് പ്രോബിലിറ്റി എന്താണ്? 2 മാർക്കിൻ്റെ അതിൻ്റെ തിയറി നോക്കി വയ്ക്കുക. ചാൻസ് ഓഫ് ഒക്കറൻസ് ഓഫ് എൻ ഇവൻറ്റ്. ഇനി കുറേ ടീമുകളിലെ ഏതെങ്കിലും 1-2 മാറി മാറി വരാറുള്ളതാണ്. സാമ്പിൾ പോയിന്റ് എന്താണ് പഠിക്കണം, സാമ്പിൾ സ്പേസ്, ഇവൻറ്റ് ഇതിലേതെങ്കിലും 1 അല്ലെങ്കിൽ 2-3 വരാം. ദെൻ ഷുവർ ഇവൻറ്റ് എന്താണ്, ഇമ്പോസിബിൾ ഇവൻറ്റ്, അൺസേർട്ടൺ ഇവൻറ്റ്, ഈ ടേമുകൾ നോക്കുക. അതുപോലെ തന്നെ ഈക്വലി ലൈക്ലി ഇവൻറ്റ്, മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റ്, എക്സോസ്റ്റീവ് ഇവൻറ്റ്. അപ്പോൾ ഇങ്ങനെ ടേമുകൾ നോക്കുക എന്നുള്ള. പെർമ്യൂട്ടേഷൻ എന്താണ്, 2 മാർക്കിൻ്റെ തിയറി നോക്കുക. പ്രോബ്ലം ഒന്നും വരാറില്ല തിയറിക്ക്. കോമ്പിനേഷൻ എന്താണെന്ന് നോക്കാം, 2 മാർക്കിൻ്റെ തിയറി. ഇനി ഡിഫറെൻ്റ് അപ്രോച്ചസ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് സ്കൂൾ ഓഫ് തോട്ട് ഓർ പ്രോബിലിറ്റി ആണ്. അതിൽ അഡീഷൻ അതുപോലെ തന്നെ പല കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അതിൽ ക്ലാസിക്കൽ നമുക്ക് ആദ്യം കാണാൻ സാധിക്കുന്നതാണ്. ക്ലാസിക്കൽ അപ്രോച്ച് ഓഫ് പ്രോബിലിറ്റി നോക്കിയിരിക്കണം കേട്ടോ. പിന്നെ ഇതിൻ്റെ പ്രോബ്ലം ഞാൻ പറഞ്ഞു, ഇതിൻ്റെ പ്രോബ്ലം നിങ്ങൾ ലാസ്റ്റ് നോക്കിയാൽ മതി. കുറേ നോക്കി നേരം കളയണം നമ്മളത് പഠിക്കണമെങ്കിൽ. അവസാനം വരുന്നത് കുറച്ച് മാർക്കിൻ്റെയാ, അപ്പുറത്തെ ഓപ്ഷൻസ് ഉണ്ട് നമുക്ക്. ദെൻ ക്ലാസിക്കൽ നോക്കാം. ദെൻ അതിന് ശേഷം നമ്മൾ ഓക്സിമാറ്റിക് അപ്രോച്ച് ടു പ്രോബിലിറ്റി തിയറി 5 മാർക്കിൻ്റെ വന്നിട്ടുണ്ട് ഒരു പ്രാവശ്യം കേട്ടോ, ഓക്സിമാറ്റിക് അപ്രോച്ച്. ദെൻ തിയറംസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അഡീഷൻ ഉണ്ട്, നോക്കി വയ്ക്കാം. പിന്നെ ബയസ് തിയറാണ് എക്സാമിന് പലപ്പോഴും 2 മാർക്കിൻ്റെ എടുത്ത് ചോദിക്കാറ് കേട്ടോ. അപ്പോൾ ഈ പ്രോബ്ലമൊക്കെ നിങ്ങൾക്ക് നോക്കാം. 2 മാർക്കിൻ്റെ ഒരു പ്രോബ്ലം വരാറുണ്ട്, പ്രോബിലിറ്റിയുടെ 5 മാർക്കിൻ്റെ വരാറുണ്ട്. അപ്പോൾ ആ ഒരു അപ്രോച്ച് അത് മനസ്സിൽ വയ്ക്കുക. കണ്ടീഷണൽ പ്രോബിലിറ്റി എന്താണ്, 2 മാർക്ക് തിയറി. മെയിനായിട്ട് ഞാൻ പറഞ്ഞു ബയസ് തിയറം, ദിസ് ഈസ് ആക്ച്വലി ഇമ്പോർട്ടൻറ്റ്. ബയസ് തിയറം എന്താണ്, നമുക്ക് 2 മാർക്കിൻ്റെ തിയറിയോ അല്ലെങ്കിൽ 5 മാർക്കിൻ്റെ തിയറിക്കോ പ്രതീക്ഷിക്കാം. നിർബന്ധമായും പഠിക്കുക കേട്ടോ. നിങ്ങൾ ഈ ഒരു ചാപ്റ്റർ അവസാനം മാത്രം പഠിക്കുക. ഇനി ഡിസ്ട്രിബ്യൂഷനാണ്, പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. ഇതിൽ 3 ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. ഈ 3 ഡിസ്ട്രിബ്യൂഷനിൽ ഏതെങ്കിലും ഒരു ഡിസ്ട്രിബ്യൂഷൻ്റെ തിയറി ചിലപ്പോൾ 5 മാർക്കിനോ അല്ലെങ്കിൽ SCQം വരാറുണ്ട്. അതിൻ്റെ പ്രോപ്പർട്ടീസാണ് പഠിക്കേണ്ടത്. ബൈനോമിയൽ, പോയിസോൺ, നോർമൽ, ഈ 3-ൽ ഏതെങ്കിലും ഒരെണ്ണത്തിൻ്റെ അസംഷൻ, അതിൻ്റെ പ്രോപ്പർട്ടീസ്. ദെൻ ഇതിൽ നിന്ന് പ്രോബ്ലം ലാസ്റ്റ് ഒരു 4-5 വർഷങ്ങളായിട്ട് ചോദിക്കാറില്ല. ബട്ട് കഴിഞ്ഞ പ്രാവശ്യം ഇതിൻ്റെ ഫിറ്റിങ് പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ്റെ കഴിഞ്ഞ പ്രാവശ്യം ക്വസ്റ്റ്യൻ പേപ്പറിൽ SC കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ കമ്പാരിറ്റീവ്ലി ഇപ്പോൾ കുറവാണ് വരുന്നത്, എന്നാലും കഴിഞ്ഞ പ്രാവശ്യം വന്ന ഒരു രീതിയാണ്. തിയറി ചോദ്യങ്ങൾക്ക് വേണ്ടിയിട്ട് 3 ഡിസ്ട്രിബ്യൂഷൻ്റെയും പ്രോപ്പർട്ടീസ്, അസംഷൻസ് നോക്കാം, ഇതാണ് വരാറ്. പിന്നെ എന്താണെന്നുള്ളത് ബൈനോമിയൽ, പോയിസോൺ, നോർമൽ. സോ ഇത് നമ്മുടെ പോറ്റിയുടെ ബുക്കിലൊക്കെ നല്ല രീതിയിലുള്ള എക്സ്പ്ലനേഷൻ ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഇപ്പം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സ്റ്റഡി മെറ്റീരിയൽ എന്ന് പറയുന്നത് വളരെ പെർഫോമൻസിൻ്റെ അല്ലെങ്കിൽ ഇറ്റ്സ് നോട്ട് അപ് ടു ദി മാർക്ക്. അപ്പോൾ ആദ്യം ഈ ഡിസ്ട്രിബ്യൂഷൻ എന്താണെന്നുള്ളതാണ് ആദ്യം പറയണം. മെയിനായിട്ട് പഠിക്കാനുള്ളത് ഇതാ, ആദ്യത്തെ അങ്ങനെ നോക്കി വെറുതെ നേരങ്ങളുണ്ട്. എന്താണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ പഠിക്കുക, 2 മാർക്കിൻ്റെ വരും. ദെൻ ഞാൻ പറഞ്ഞു അതിൻ്റെ അസംഷൻസ് അല്ലെങ്കിൽ ഈ ഒരു കാര്യം ഇതാണ് അതിൻ്റെ പ്രോപ്പർട്ടീസ്. ദിസ് ഈസ് ആക്ച്വലി ഇമ്പോർട്ടൻറ്റ്. 5 മാർക്കോ അല്ലെങ്കിൽ SCQ വരാറുണ്ട്. നിർബന്ധമായും പഠിക്കുക. പ്രോബ്ലം കമ്പാരിറ്റീവ്ലി വളരെ കുറവാണ് ചോദിക്കാറ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യ കാലഘട്ടത്തിൽ. ബട്ട് കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ്റെ SC ഫിറ്റിംഗ് ചോദിച്ചു എന്ന് പറഞ്ഞില്ലേ. പിന്നെ 5 മാർക്കിൻ്റെ ഒരു പ്രോബ്ലം എന്തെങ്കിലും ഒരെണ്ണം വരാറുണ്ട്. അത് കൂടുതൽ ബൈനോമിയലോ പോയിസോണിലോ ഏതെങ്കിലും ഒരെണ്ണമാണ് വരാറ് കേട്ടോ. 5 മാർക്കിൻ്റെ ഒരു പ്രോബ്ലം. ബട്ട് ഞാൻ പറയുന്നു തിയറി ആണ് ഡിസ്ട്രിബ്യൂഷനിൽ പിന്നെ ഏറ്റവും കൂടുതൽ കാണുന്നത്. ഫിറ്റിങ് ഇപ്രാവശ്യം ഇതിൽ നിന്ന് വേണമെങ്കിൽ ഇട്ടാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണം. പിന്നെ പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ, അഗെയിൻ പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ എന്താണ്, അതിൻ്റെയും അസംഷനും പ്രോപ്പർട്ടീസും നോക്കി വയ്ക്കുക. വളരെ ഇമ്പോർട്ടൻറ്റ് തിയറിക്ക് കേട്ടോ. തിയറിക്ക് 3 ഡിസ്ട്രിബ്യൂഷൻ്റെയും അസംഷനും ഈ പറയുന്ന പ്രോപ്പർട്ടീസും നോക്കുക. നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഷുവറായിട്ട് വരും.
പിന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എസ് വന്നത് പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ്റെ ഫിറ്റിംഗ് ആണ്. ഓക്കെ, 5 മാർക്കിൻ്റെ ബൈനോമിയലോ പോയിസോണിലോ ഏതെങ്കിലും ഒരെണ്ണത്തിൻ്റെ പ്രോബ്ലം വരാറുണ്ട്. ലാസ്റ്റ് നോർമൽ ഡിസ്ട്രിബ്യൂഷനേക്ക്, നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഈ പറഞ്ഞ പോലെ പ്രോപ്പർട്ടീസ്, അതുപോലെ തന്നെ എന്താണ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ പ്രോപ്പർട്ടീസ് പഠിക്കുക, അത്ര തന്നെയുള്ളൂ അതിൻ്റെ ബേസിക് തിയറി എന്ന് പറഞ്ഞാൽ. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ പ്രോബ്ലം കമ്പാരിറ്റീവ്ലി നമ്മൾ കണ്ടു വന്നിട്ടില്ല, ഇതുവരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ബേസിലാണ് പറയണത് കേട്ടോ. ദാറ്റ്സ് അബൌട്ട് ആ ഒരു ബ്ലോക്ക്. ലാസ്റ്റ് മൊഡ്യൂളിലോട്ടാണ് നെക്സ്റ്റ് പോകുന്നത്, ക്വാണ്ടിറ്റേറ്റീവ് അപ്രോച്ച് ടു ഡിസിഷൻ മേക്കിംഗ്. അപ്പോൾ വേരിയസ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ഫോർ ഡിസിഷൻ മേക്കിംഗ് തിയറി ആയിട്ട് ഒറ്റ പ്രാവശ്യം ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുണ്ട്. ഒറ്റ ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്താണ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ഫോർ ഡിസിഷൻ മേക്കിംഗ് തിയറി എന്തൊക്കെയാണുള്ളത്, അതിൻ്റെ സ്റ്റെപ്സ് ഒറ്റ പ്രാവശ്യം ക്വസ്റ്റ്യൻ പേപ്പർ തിയറി വന്നിട്ടുണ്ട്. പിന്നെ ഡിസിഷൻ ട്രീ അനാലിസിസ് എന്താണ് 2 മാർക്കിൻ്റെ നിങ്ങൾക്ക് നോക്കി വയ്ക്കാം. ഡിസിഷൻ ട്രീ അനാലിസിസ് എന്താണെന്ന് മാത്രം കേട്ടോ. അതിൽ മെയിനായിട്ട് നമുക്ക് LPP ആണ് പഠിക്കാനുള്ളത്. ഡിസിഷൻ ട്രീ അനാലിസിസ് എന്താണെന്ന് 2 മാർക്കിൻ്റെ നോക്കി വയ്ക്കാം തിയറിക്ക് കേട്ടോ. ആദ്യം പറഞ്ഞ ആ അപ്രോച്ച് ഡിസിഷൻ മേക്കിങ്ങിൻ്റെ അത് നോക്കി വയ്ക്കണം. മോഡൽസ് ചിലപ്പോൾ വരാം. പിന്നെ മെയിനായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നത് LPP ആണെന്ന് ഞാൻ പറഞ്ഞു, ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം, ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. എസ് നമ്മൾ ഇതാണ് പ്രതീക്ഷിക്കുന്നത്. എന്താണ് LPP വരാറുണ്ട്, വളരെ ഈസി ആയിട്ടുള്ളതും കംഫർട്ടബിൾ ആയിട്ടുള്ള. അപ്പോൾ ലീനിയർ പ്രോഗ്രാമിംഗ് എന്താണ് തിയറി വരും. പിന്നെ ഡിസിഷൻ ട്രീ എന്താണെന്നുള്ളത്, തിയറി എന്താണെന്നുള്ളതൊക്കെ പിന്നെ പഠിക്കണം കേട്ടോ, അത് തിയറിക്ക് വരാറുണ്ട്. ലീനിയർ പ്രോഗ്രാമിങ്ങിലെ ടേമുകൾ നോക്കി വയ്ക്കുക, ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്താണ്, പിന്നെ LPPയുടെ തിയറി നോക്കി വയ്ക്കുക കേട്ടോ, അഡ്വാൻറ്റേജസ്. ദെൻ ഇതിൻ്റെ പ്രോബ്ലം ആണ് എസ് 4 എസ്സേയിൽ ഒരു എസ് ആയിട്ട് ഇപ്പോൾ വരുന്നുണ്ട് ഇത് ലീനിയർ പ്രോഗ്രാമിങ്ങിൻ്റെ കേട്ടോ. വളരെ ഈ ഗ്രാഫിക്കൽ മെത്തേഡാണ് വരിക. നമുക്ക് ഡീറ്റെയിൽസ് ഒക്കെ തന്നതിന് ശേഷം പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്രാഫിക്കൽ മെത്തേഡിൽ ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ മാക്സിമൈസേഷനാണ് കൂടുതൽ കണ്ടുവരുന്നത്. നമ്മുടെ സ്റ്റഡി മെറ്റീരിയലൊന്നും നല്ല പ്രോബ്ലംസ് ഇല്ല കേട്ടോ. നല്ല ക്വസ്റ്റ്യൻസൊക്കെ ഞാൻ പറഞ്ഞു പോറ്റിയുടെ ബുക്കിലത്തെ അതേ ചോദ്യങ്ങളാണ് വരാറ്. പോറ്റിയുടെ ബുക്കിൽ നിന്നുള്ള പ്രോബ്ലംസ് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. ഷുവറായിട്ട് എസ് വരാറുണ്ട് ഇപ്പോൾ ലാസ്റ്റ് 2-3 വർഷങ്ങളായിട്ട്. അല്ലെങ്കിൽ ഒരു പ്രാവശ്യം വന്നത് മറ്റേ ക്വാണ്ടിറ്റേറ്റീവ് അപ്രോച്ചിൻ്റെ ഡിസിഷൻ മേക്കിംഗ് എന്താണെന്നുള്ളത്. അതും നമ്മുടെ ഈ ബുക്കിൽ വളരെ പുവർ പ്രസൻറ്റേഷനാണ്, പോറ്റിയുടെ ബുക്കിൽ നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫുൾ സബ്ജക്റ്റിൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. ഇനി ഞാൻ പറഞ്ഞു ഹൈ സ്കോറിലോട്ട് പോകേണ്ട കുട്ടികൾ അവരെന്ത് ചെയ്യുക, നിങ്ങൾ ഈ പറയുന്ന QT കോറിലേഷൻ ആൻഡ് റിഗ്രഷൻ നല്ല രീതിയിൽ പഠിച്ച് അവസാനിപ്പിക്കുക. ആദ്യം പഠിക്കേണ്ടത്, അതിനുശേഷം നിങ്ങൾ പഠിക്കേണ്ടത് എന്താ പറയുക, പ്രോബബിലിറ്റിയുടെ ഏരിയയിലോട്ട് പോവുകയാണെങ്കിൽ ബേസിക് പ്രോബബിലിറ്റി അല്ല, നിങ്ങൾ ഡിസ്ട്രിബ്യൂഷൻ പഠിക്കുക. പ്രോബബിലിറ്റിയുടെ ബേസിക് ടേമുകൾ പഠിച്ചു വയ്ക്കുക, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന ടേമുകൾ അതൊക്കെ നോക്കി വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് പ്രോബബിലിറ്റി പ്രോബ്ലംസ് അവിടെ നിർത്തുക. ഡിസ്ട്രിബ്യൂഷൻ ഏരിയയിലോട്ട് പോകുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ലാസ്റ്റ് മൊമെൻറ്റിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഈ 2 ഫോക്കസ് ചെയ്ത് തന്നെ പാസ്സാക്കാൻ പറ്റും. പിന്നെ സ്കോർ ചെയ്യാൻ 3 ഡിസ്ട്രിബ്യൂഷനും തിയറീസ് പഠിക്കുക. എന്താ ബൈനോമിയൽ, പോയിസോൺ, നോർമൽ, എന്താണ് ആ ഡിസ്ട്രിബ്യൂഷൻ എന്നും അതിൻ്റെ പ്രോപ്പർട്ടീസ്, അസംഷൻസ്. ദെൻ പ്രോബ്ലം ബൈനോമിയലിൽ നിന്നോ പോയിസോണിൽ നിന്നോ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഒന്നുകിൽ 5 മാർക്കിൻ്റെ ഒരു പ്രോബ്ലം എസ്സേക്ക് കഴിഞ്ഞ പ്രാവശ്യം വളരെ വർഷങ്ങൾക്ക് ശേഷം പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ്റെ ഫിറ്റിംഗ് ഇട്ടു. ഇപ്രാവശ്യം ബൈനോമിയലോ പോയിസോൺ വേണമെങ്കിൽ ഇടാം. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ചാപ്റ്റർ. പിന്നെ ക്വാണ്ടിറ്റേറ്റീവ് അപ്രോച്ച് ടു ഡിസിഷൻ മേക്കിംഗ് എന്താണെന്ന് അതിൻ്റെ എക്സ്പ്ലനേഷൻ തന്നെ ഒരു പ്രാവശ്യം തിയറിക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൽ LPPയുടെ പ്രോബ്ലം, പിന്നെ ഡിസിഷൻ എന്താണ്, ഡിസിഷൻ തിയറീനെ പറ്റിയിട്ടുള്ളൊരു തിയറി അല്ലേ, 2 മാർക്കിൻ്റെ തിയറിയും LPP എന്താണ് അതിൻ്റെ തിയറിയും പഠിച്ചു വയ്ക്കുക. അപ്പോൾ ഹൈ സ്കോറിലോട്ട് പോകുന്നവർ ഞാൻ പറഞ്ഞു ഇതൊക്കെ കവർ ചെയ്യണമെങ്കിൽ ഫസ്റ്റ് ഇത് പഠിക്കുക, അതിനുശേഷം ഡിസ്ട്രിബ്യൂഷൻ്റെ കാര്യങ്ങളിലോട്ട് പോകുക, പിന്നെ LPP മറ്റു കാര്യങ്ങളും നോക്കുക, ദെൻ ഫൈനലി പ്രോബബിലിറ്റി പഠിക്കുക. ദെൻ ലാസ്റ്റ് മൊമെൻറ്റിൽ പഠിക്കുന്ന കുട്ടികൾ ജസ്റ്റ് ഒന്ന് പാസ്സായാൽ മതി എന്ന് വിചാരിക്കുന്ന ആൾക്കാർ എന്ത് ചെയ്യുക, QT ബേസിക് തിയറി, കോറിലേഷൻ, റിഗ്രഷൻ ഇത് പഠിച്ചാൽ തന്നെ പാസ്സായി. പിന്നെ നിങ്ങൾക്ക് കുറച്ചും കൂടി സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ലാസ്റ്റ് ബ്ലോക്കിലെ LPPയും അതിൻ്റെ ഗ്രാഫിക്കൽ മെത്തേഡും പഠിക്കാൻ ശ്രമിക്കുക. കുറച്ചും കൂടി നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഏറ്റവും കൂടുതൽ ടൈം എടുത്ത് പഠിക്കേണ്ടതായിട്ട് വരുന്ന ടോപ്പിക് എന്ന് പറയുന്നത് പ്രോബബിലിറ്റിയാണ്. ഒരുപാട് പഠിക്കണം, കുറച്ച് വരും.
അത് സ്മാർട്ടായിട്ടുള്ളൊരു അപ്രോച്ചിലൂടെ അതിൽ നിന്ന് കിട്ടണമെങ്കിൽ മാർക്ക് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യുക, ഡിസ്ട്രിബ്യൂഷൻ്റെ ബേസിക് തിയറിയെങ്കിലും പഠിച്ചു വയ്ക്കുക. ഓക്കെ, ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. ക്യൂട്ടിയുടെ എൻറ്റയർ ഡീറ്റെയിൽസാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇനി നെക്സ്റ്റ് ഇതിൻ്റെ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ഓരോ പാർട്ടിലെ ചോദ്യങ്ങളുടെ ഡിസ്കഷൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും. പിന്നെ ഇനി നെക്സ്റ്റ് നമുക്ക് പ്രോബ്ലം പേപ്പർ ആയിട്ടുള്ളത് കോസ്റ്റ് അക്കൗണ്ടിങ് ആണ്. അതിനുശേഷം ബാക്കിയുള്ള തിയറി പേപ്പേഴ്സൊക്കെ 1 by 1 ആയിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക, അതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. സോ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.